നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉപഭോക്താക്കളുടെ അനുവാദമില്ലാതെ ഗൂഗിൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് തന്നെ ഇതിനെതിരെ വളരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് തന്നെ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കിയാൽ കാണാം, മുഴുവനും നെഗറ്റീവ് റിവ്യൂസാണ്. 1 സ്റ്റാർ കൊടുത്തിട്ട് മുഴുവൻ നെഗറ്റീവ് റിവ്യൂസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷനെതിരെ വ്യാപകമായിട്ടുള്ള വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയിലൊക്കെ പ്രചരിക്കുന്നത് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇത് നമ്മുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണെന്നും ഇത് നമ്മുടെ പേഴ്സണൽ ഡാറ്റയും നമ്മുടെ ഗാലറിയൊക്കെ സ്കാൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഗാലറി ഡീറ്റെയിൽസൊക്കെ ഗൂഗിളിൻ്റെ സെർവറിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നും നമ്മുടെ എല്ലാ ഡാറ്റകളും ശേഖരിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉടനടി അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെയാണ് വീഡിയോയിൽ പ്രചരിക്കുന്നത്. അപ്പോൾ 1-2 സുഹൃത്തുക്കൾ ഇതിനെതിരെ പ്രചരിക്കുന്ന തമിഴ് വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിരുന്നു. ഞാൻ അവർക്കൊക്കെ വ്യക്തമായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രചരിക്കുന്നതൊക്കെ തെറ്റായ വീഡിയോ ആണ്. അപ്പോൾ എന്താണ് ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്നും ഇതുകൊണ്ട് നമുക്കെന്താണ് പ്രയോജനം, ഇത് ഗൂഗിൾ എന്തിനാണ് നമ്മളോട് പറയാതെ ഇൻസ്റ്റാൾ ചെയ്തതെന്നും ഇത് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ പറയാനുള്ളത്, ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്നത് ഒരു ആപ്ലിക്കേഷനേ ഇല്ല. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇതെന്തിനാണ് നമ്മളോട് പറയാതെ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് ഫോണിൽ ഗൂഗിൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതല്ല. ആൻഡ്രോയിഡ് 9-നും അതിനു മുകളിലുമുള്ള ആൻഡ്രോയിഡ് വേർഷൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ സുരക്ഷ മുന്നിൽ കണ്ടിട്ടാണ് ഗൂഗിൾ ഇങ്ങനെയൊരു ഓപ്ഷൻ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലെ അപ്ഡേറ്റിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മൊബൈൽ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫോണിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആപ്ലിക്കേഷൻ മാനേജറിൽ തന്നെ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നിരവധി ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ഓപ്ഷനുകൾ നമുക്ക് ഗൂഗിൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കാനുള്ള ഓപ്ഷൻ മാത്രമാണ്. ഇത്തരം ഓപ്ഷനുകൾ നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡാറ്റ ശേഖരിക്കുന്നുമില്ല, അത് അപ്ഡേറ്റ് ചെയ്യുന്നുമില്ല. അതായത് ഇതിനൊന്നും മറ്റുള്ള പെർമിഷൻ ഇല്ല. ഒരു ആപ്ലിക്കേഷനെ പോലെ പല പെർമിഷനുകളും ഇതിനില്ല. ഈ ഒരു ഓപ്ഷൻ പ്രവർത്തിക്കാൻ അനുമതിയുള്ള ആപ്ലിക്കേഷനകത്ത് മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഗൂഗിളിൻ്റെ മെസ്സേജ് തന്നെ പറഞ്ഞു തരാം. കാരണം മെസ്സേജിലാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മെസ്സേജിലേക്ക് നമ്മുടെ സുഹൃത്തോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഉള്ളടക്കം അയക്കുകയാണെങ്കിൽ, ഇപ്പോൾ അശ്ലീല വീഡിയോ അല്ലെങ്കിൽ അപകടം നിറഞ്ഞ വീഡിയോ അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗമുള്ള മെസ്സേജോ അങ്ങനെ അശ്ലീലപരമായതോ അല്ലെങ്കിൽ അപകടകരമായതോ ആയിട്ടുള്ള എന്തെങ്കിലും സെൻസിറ്റീവ് കണ്ടൻറ്റ്, അതായത് ഉള്ളടക്കം അടങ്ങിയ എന്തെങ്കിലും മെസ്സേജ് നമുക്ക് അയക്കുകയാണെങ്കിൽ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ അത് സെൻസ് ചെയ്ത് കണ്ടെത്തുകയും അത് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. അതായത് ഇത്തരം സെൻസിറ്റീവ് ഉള്ളടക്കം അടങ്ങിയ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ തന്നെ അത് മാസ്ക് ചെയ്യുകയോ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യും. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത്തരം അപകടകരമായ വീഡിയോകളും ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റും ഒക്കെ വരുന്ന സമയത്ത് അത് മാസ്ക് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ആ രീതിയിൽ തന്നെയാണ് ഇതും പ്രവർത്തിക്കുക. അപ്പോൾ ഇതിപ്പം മെസ്സേജ് ആപ്ലിക്കേഷനകത്താണ് ഉള്ളതെങ്കിലും ഭാവിയിൽ ഇത് നമ്മുടെ ഗാലറിക്കകത്തും ഫയൽ മാനേജറിനകത്തും അതുപോലെ തന്നെ ഇത്തരം സെൻസിറ്റീവ് കണ്ടൻറ്റുകൾ കയറിക്കൂടാനുള്ള എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ തന്നെ ഇത് അപ്ഡേറ്റിലൂടെ കൊണ്ടുവരുന്നതാണ്. ഗാലറിയിലൊക്കെ ഈ ഒരു ഓപ്ഷൻ വരുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ, നമ്മളിപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗാലറിക്കകത്ത് എന്തെങ്കിലും സെൻസിറ്റീവ് ഇതുപോലെ അപകടമോ അശ്ലീലപരമായതോ എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് മാസ്ക് ചെയ്തിട്ടാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ 4 ആളെ മുമ്പിൽ നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്തരം സെൻസിറ്റീവ് ഉള്ളടക്കങ്ങളൊന്നും കാണിക്കുന്നതല്ല. അപ്പോൾ അത് നമുക്കൊരു ഉപകാരപ്രദമായൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഭാവിയിൽ ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനകത്തും ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ പ്രവർത്തിക്കാനുള്ള ഓപ്ഷൻ ആ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പർ ആ ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവരും. ആ സമയത്ത് ഇത്തരം ആപ്ലിക്കേഷനകത്തും നമുക്ക് സെൻസിറ്റീവ് കണ്ടൻറ്റുകൾ വരികയാണെങ്കിൽ അത് നമുക്ക് മാസ്ക് ചെയ്ത് തരികയോ നോട്ടിഫിക്കേഷൻ തരികയോ ഒക്കെ ചെയ്യാൻ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം സേഫ്റ്റി കോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ വരുന്ന വ്യാജ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിനകത്തുള്ള നല്ലൊരു ഓപ്ഷനാണ് നഷ്ടപ്പെടുന്നതെന്ന് ആദ്യം ചിന്തിക്കാം. പിന്നെ ഇവർ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഫോണിലെ ഡാറ്റകളൊക്കെ ഇതിലൂടെയാണ് ഗൂഗിൾ ശേഖരിക്കുന്നതെന്ന്. ആദ്യം തന്നെ പറയാം, ഇത് നമ്മുടെ ഫോണിലെ യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഡാറ്റയും ശേഖരിക്കുന്നില്ല. ഗൂഗിളിന് അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ശേഖരിക്കാനാണെങ്കിൽ ഇതുപോലെ ഒരു ഓപ്പണായിട്ടൊരു ഓപ്ഷൻ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല.
സൈലൻ്റ് ആയിട്ട് തന്നെ ഫോണിനകത്ത് ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. സൈലൻ്റ് ആയിട്ടൊരു ഓപ്ഷൻ നമ്മുടെ ഫോണിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡാറ്റയും ഗൂഗിളിന് ചോർത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കോണ്ടാക്റ്റ് മുതൽ ഗാലറി വരെ ബാക്കപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിളിലാണ്. അപ്പോൾ ആ ഡാറ്റയൊക്കെ എന്ത് സേഫ്റ്റിയാണ് നിങ്ങൾ കരുതുന്നത്? അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഡാറ്റ ചോർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓപ്ഷനൊന്നും ഗൂഗിളിന് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ ഇതിനെതിരെ ആദ്യം ബംഗാളികളാണ് വീഡിയോ ഇറക്കിയത്. അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ തമിഴന്മാർ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. നാളെ ഇത് കണ്ടിട്ട് നമ്മുടെ മലയാളി യൂട്യൂബേഴ്സും വീഡിയോ ഇറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി പ്രതികരിക്കണം അതിനെതിരെ. കാരണം ഇത്തരം ഫേക്ക് വീഡിയോകളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലാകുന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ നിങ്ങൾ അതിനെതിരെ തടയിടണം. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇത് എന്താണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടേത് കൂടി കടമയാണ്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഫോണിലെ സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കാൻ മാത്രമുള്ളതാണ്. അതായത് മറ്റുള്ളതൊക്കെ ഓപ്ഷൻ പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനുള്ളിൽ, നമ്മുടെ ഫോണിൻ്റെ സിസ്റ്റത്തിനുള്ളിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു ഓപ്ഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. തെറ്റിദ്ധാരണകൾ മാറ്റാനും ഇത് സഹായിക്കും. അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.